മുഖ്യമന്ത്രി സ്ഥാനത്തിനായി കോൺഗ്രസിൽ അവസാനവട്ട ചർച്ചകൾ തുടരുകയാണ്. മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ 4 മണിക്ക് കേരള നേതാക്കളുമായി ചർച്ച നടക്കും. യോഗത്തിൽ രാഹുൽ ഗാന്ധിയും പങ്കെടുക്കുമെന്നാണ് വിവരം. നേതാക്കളുമായി കൂട്ടായും ഒറ്റയ്ക്കൊറ്റയ്ക്കും ചർച്ച നടത്താനാണ് നീക്കം. അതേസമയം കേരളത്തിൽ പ്രതിഷേധം തുടരുകയാണ്. ആർ കിരൺ ബാബു, ഡാൻ കുര്യൻ രണ്ടുപേരും ചേരുന്നു. കിരൺ ബാബു ഡൽഹിയിൽ നിന്ന്. കിരൺ, ഡൽഹിയിലേക്ക് ഉറ്റുനോക്കുകയാണ്. ഒന്നേ ഉള്ളൂ അറിയേണ്ടത്, കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താനുള്ള സാഹചര്യവും സാധ്യതയും ആർക്കാണ് കൂടുതൽ? എന്താണ് അവിടെ നിന്നും ലഭിക്കുന്ന വിവരം? എൽദോ, ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് നിർണായകമായ ചർച്ച നടക്കുന്നത്. ചർച്ചയ്ക്ക് വേണ്ടി 4 മണിക്ക് നേതാക്കൾ 3 പേരും എത്തിച്ചേരാൻ വേണ്ടി രമേശ് ചെന്നിത്തലയോടും അതോടൊപ്പം തന്നെ വി ഡി സതീശനോടും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മല്ലികാർജ്ജുൻ ഖർഗെയുമായി ചർച്ച നടത്തുന്നു എന്നാണ് വിവരം. അവിടെ രാഹുൽ ഗാന്ധി പങ്കെടുക്കും എന്നാണ് സൂചന ലഭിക്കുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി പങ്കെടുക്കും എന്നൊരു ഔദ്യോഗികമായ അറിയിപ്പ് ഈ 3 പേർക്കും നൽകിയിട്ടില്ല. സ്വാഭാവികമായും നാളെ തമിഴ്നാട്ടിൽ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി രാഹുൽ ഗാന്ധിക്ക് തമിഴ്നാട്ടിലേക്ക് പോകേണ്ടതുണ്ട്. അതിന് പ്രശ്നം പരിഹരിക്കണമെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ കൂടി സാന്നിധ്യത്തിൽ ചർച്ച നടത്തിയാൽ മാത്രമേ പ്രശ്നപരിഹാരം സാധ്യമാവുകയുള്ളൂ. 3 നേതാക്കളും ഇപ്പോഴും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും, ഈ 2 നേതാക്കളും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തങ്ങളെ അല്ല പരിഗണിക്കുന്നെങ്കിൽ ആദ്യം അവർ മുഖ്യമന്ത്രി സ്ഥാനത്ത് എന്തുകൊണ്ട് തങ്ങളെ പരിഗണിക്കണം എന്നുള്ള അവരുടെ പ്രധാനപ്പെട്ട വാദങ്ങൾ ഉന്നയിക്കും. നമ്മൾ നേരത്തെ എല്ലാം കേട്ടതാണ്. MLA-മാരുടെ ഭൂരിപക്ഷം മാത്രമല്ല മുന്നണിയുടെ കെട്ടുറപ്പ് മുന്നണിയെ വിജയത്തിലേക്ക് നയിച്ചത്. അതടക്കം വി ഡി സതീശനെ സംബന്ധിച്ചാണെങ്കിൽ ടീം UDF എന്ന നിലയിലാണ് കഴിഞ്ഞ 5 കൊല്ലം താൻ നയിച്ചത്. ഒരിക്കൽ വിജയിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്ന സ്ഥാനത്ത് തകർന്നുപോയൊരു UDF-നെയാണ് തന്നെ ഏൽപ്പിച്ചത്. അതിനെ ടീം UDF എന്ന നിലയ്ക്ക് സഭയ്ക്കകത്തും പുറത്തും ഒരു വലിയ ഒറ്റക്കെട്ടായി നിർത്താനും അതിനെ വലിയ വിജയത്തിലേക്ക് എത്തിക്കാനും തനിക്ക് കഴിഞ്ഞു. അതിന്റെ അംഗീകാരം ആണ് താൻ ചോദിക്കുന്നത്. അതാണ് UDF-ന്റെ കെട്ടുറപ്പിനെ ഇനിയും താൻ തന്നെ നയിക്കണം എന്നുള്ളത് വാദം അദ്ദേഹം ഉന്നയിക്കുന്നു. കേരളത്തിന്റെ പൊതുവികാരം അതാണെന്നും അദ്ദേഹം വാദിക്കുന്നു. എന്നാൽ രമേശ് ചെന്നിത്തല പറയുന്നത് അങ്ങനെയല്ല. MLA-മാരുടെ പിന്തുണ പ്രധാനമാണ്. അത് തനിക്ക് വി ഡി സതീശനേക്കാൾ കൂടുതൽ MLA-മാരുടെ പിന്തുണയുള്ളത് തനിക്കാണ്. കഴിഞ്ഞ തവണ MLA-മാരുടെ ഭൂരിപക്ഷം നോക്കിയല്ല ഓപ്പോസിഷൻ ലീഡറെ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ അന്ന് ഹൈക്കമാൻഡ് ഒരു തലമുറ മാറ്റത്തിന് തയ്യാറാവണം എന്ന് പറഞ്ഞു. താൻ മാറി നിൽക്കാൻ തയ്യാറായി. ഇപ്പോൾ ആ പരിഗണന തനിക്ക് നൽകണം. ഏറ്റവും സീനിയർ KC വേണുഗോപാലിനേക്കാൾ വി ഡി സതീശനേക്കാളും സീനിയർ താനാണ്. ഇത്തരം വിഷയങ്ങളൊക്കെ അദ്ദേഹം ഉന്നയിക്കുന്നു. പൊതുവായി മറ്റ് സമവായത്തിലൂടെ മുന്നണികളെ കൊണ്ടുപോകാനുള്ള തന്റെ കഴിവും അതോടൊപ്പം മറ്റ് സാമുദായിക സമവാക്യങ്ങളും എല്ലാം അത്തരം ആളുകളെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാനും എല്ലാം ഉള്ള കഴിവ് എല്ലാം രമേശ് ചെന്നിത്തല പ്രധാനപ്പെട്ട വിഷയമായി ചൂണ്ടിക്കാണിക്കുന്നു. താൻ ഇതുവരെ ഏതെങ്കിലും തരത്തിൽ തെരുവിൽ പ്രകടനം നടത്തിയോ ഫ്ലെക്സ് വെക്കുകയോ അങ്ങനെ ഹൈക്കമാൻഡിനെ വെല്ലുവിളിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നതും അദ്ദേഹത്തിന്റെ പ്ലസ്സായി അവതരിപ്പിക്കുന്നു. മറിച്ച് KC വേണുഗോപാൽ ഭൂരിപക്ഷം വരുന്ന MLA-മാരുടെ പിന്തുണയാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അദ്ദേഹം ഹൈക്കമാൻഡ് കൂടി ഭാഗമാണ്. എന്തായാലും ഈ ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കുമ്പോൾ എവിടെയെങ്കിലും നടത്തിയ സമ്മർദ്ദങ്ങളുടെ ഫലത്തിൽ അവർ ഒരു തീരുമാനമെടുക്കുന്ന പതിവ് കോൺഗ്രസ് ഹൈക്കമാൻഡിനില്ല. ഇതിനും വലിയ നഷ്ടങ്ങൾ പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലടക്കം ജഗൻമോഹൻ റെഡ്ഡിയും അദ്ദേഹത്തിന്റെ അമ്മയും ഒക്കെ കാണാൻ വന്നിരിക്കുമ്പോൾ ആന്ധ്രയിൽ വലിയ പ്രകടനങ്ങളും സമ്മേളനങ്ങളും ഒക്കെ നടത്തി കോൺഗ്രസ് ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ചപ്പോൾ അവർക്ക് കാണാനുള്ള അനുമതി അടക്കം നിഷേധിക്കുകയും പിന്നീട് അവിടെ കോൺഗ്രസ് തകർന്നു പോവുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ കണ്ടതാണ്. അങ്ങനെ നഷ്ടങ്ങളും ലാഭങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് രാജസ്ഥാന്റെ വിഷയത്തിലായാലും കർണാടകയുടെ വിഷയത്തിലായാലും ഒക്കെ നമ്മൾ കണ്ടതാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് അതിൻ്റെതായ രീതിയുണ്ട്. അവർ MLA-മാരുടെ ഭൂരിപക്ഷം തീർച്ചയായും പരിഗണിക്കും. അതോടൊപ്പം തന്നെ ആ മുന്നണിയുടെ കെട്ടുറപ്പ് സ്വാഭാവികമായും പരിഗണിക്കും. അതോടൊപ്പം 10 വർഷമായി അധികാരത്തിന് പുറത്തു നിന്ന ഒരു സ്ഥലത്ത് അധികാരം കിട്ടുമ്പോൾ തുടക്കത്തിൽ തന്നെ ഈ അധികാരത്തിന് മേൽ ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ ഒരു ശോഭ കെടുന്ന രീതിയിൽ ഒരു തീരുമാനം ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ വിവിധ വിഷയങ്ങൾ പരിഗണിച്ചുകൊണ്ടാവും സ്വാഭാവികമായും തീരുമാനത്തിലേക്ക് വരിക. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഈ 2 നേതാക്കൾ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും രണ്ടുപേരും ഹൈക്കമാൻഡുമായി നടത്താൻ പോകുന്ന ആദ്യ ചർച്ചയിൽ തന്നെ മുന്നോട്ട് വെക്കാൻ പോകുന്നത് തങ്ങളെ അല്ല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തീരുമാനിക്കുന്നതെങ്കിൽ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്നുള്ള നിലപാടിലേക്ക് തന്നെയാണ്. അതിന്റെ അർത്ഥം അവർ വിമതരായി പുറത്തു തുടരും എന്നതുകൂടിയാണ് അതിന്റെ പരോക്ഷമാർത്ഥം. അത് അവിടെ പറഞ്ഞില്ലെങ്കിലും മന്ത്രിസഭയിൽ ഈ 2 മുതിർന്ന നേതാക്കൾ ഇല്ലെങ്കിൽ സ്വാഭാവികമായും അത് മന്ത്രിസഭയുടെ കെട്ടുറപ്പിനെയും മുന്നണിയുടെ കെട്ടുറപ്പിനെയും ഒക്കെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് വരും. ആ നിലപാടാവും ആദ്യം സ്വീകരിക്കുക. പിന്നീട് ഹൈക്കമാൻഡുമായി നടത്തുന്ന ചർച്ചയിൽ രാഹുൽ ഗാന്ധി വെക്കുന്ന നിർദ്ദേശങ്ങളും ഒക്കെ അതിൽ പ്രധാനമാണ്. ഇനി രാഹുൽ ഗാന്ധിയും ഖർഗെയും നടത്തുന്ന ചർച്ചയിലൊക്കെ പരിഹാരം കണ്ടില്ലെങ്കിൽ അത് സോണിയാഗാന്ധിയുടെ മുന്നിലേക്ക് അടക്കം ഇത് പോകാനുള്ള സാധ്യതയും നിലവിൽ നമുക്ക് തള്ളിക്കളയാൻ ആവില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.